നമസ്കാരം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നന്മകൾ തരുന്ന ശനി ഭഗവാൻ. ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ കെ രാജഗോപാലൻ അയ്യർ, വാഴപ്പള്ളി, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9249769094. ശനി ഭഗവാനെ ശനീശ്വരനെന്നും വിളിക്കാറുണ്ട്. നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനീയനായ ഏക ഗ്രഹം ശനിഗ്രഹമാണ്. ശനി ഭഗവാനെപ്പറ്റി നിരവധി ഗ്രന്ഥങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളത് നാം കണ്ടും കേട്ടും അറിവുള്ളതാണ്. ശനി ഭഗവാനെക്കുറിച്ച് പൊതുവായ അഭിപ്രായം ജനങ്ങൾക്ക് കൂടുതൽ ദുഃഖം നൽകുന്നവരാണെന്നുള്ളതിനെക്കുറിച്ചാണ്. ഇദ്ദേഹത്തിനാൽ ഏവരും വലിയ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നു എന്നതാണ് പൊതുവെയുള്ള ഒരു വിശ്വാസം. ജ്യോതിഷശാസ്ത്രത്തിൽ ശനി ഭഗവാൻ കർമ്മകാരകനായും തൊഴിൽകാരകനായും മൃത്യുകാരകനായും കാണപ്പെടുന്നുണ്ട്. ഇക്കാരണങ്ങളാലാണ് ഓരോ ജാതകത്തിലും ചന്ദ്രനിരിക്കുന്ന രാശിയിൽ നിന്ന് 8ാം ഇടത്തിൽ ശനി ഭഗവാൻ ഇരുന്നാൽ ജാതകൻ ദീർഘായുഷ്മാനായും രോഗദുരിതങ്ങളും രോഗവിമുക്തിയും ഉള്ളവനായും ഭവിക്കുന്നു. പഴയ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ശനി ഭഗവാൻ മകരം, കുംഭൻ രാശികളിൽ സ്വക്ഷേത്ര ഭവനങ്ങളായും ഉച്ചസ്ഥനായി തുലാം രാശിയിലും എന്നാൽ നീചനായി മേടത്തിലും ഇരിക്കുന്നതായി ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ശനി ഭഗവാൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് ചെല്ലാൻ 2.5 വർഷങ്ങളാണ് എടുക്കുന്നത്. ഇദ്ദേഹം ചിലപ്പോൾ വക്രമായി മാറി ചില മാസങ്ങൾ കൂടി ഇരിക്കുന്നതായി കാണാവുന്നതാണ്. ശനിക്ക് ഏറ്റവും വിരോധം സൂര്യരാശിയാണ്. ശനി ഭഗവാന് ശുക്രഭഗവാൻ, ബുധഭഗവാൻ, രാഹുഭഗവാൻ എന്നിവരോട് നല്ല അടുപ്പമാണുള്ളത്. ഇദ്ദേഹത്തിന് വ്യാഴം, കുജൻ, ചന്ദ്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങളോട് വിരോധമാണ് കാണുന്നത്. ശനി ഭഗവാൻ 12 രാശികളെയും കടന്നു ചെല്ലുന്നതിന് 30 വർഷം എടുക്കാറുണ്ട്. ഒരു ജാതകന്റെ ജാതകത്തിൽ ശനി ഭഗവാൻ ഇരിക്കുന്ന സ്ഥാനത്ത് തിരികെ വന്നു ചേരുവാൻ 30 വർഷം എടുക്കുന്നതാണ്. ജനനകാലത്ത് ഒരു ജാതകത്തിൽ ചന്ദ്രൻ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ശനി ഇരിക്കുന്ന സ്ഥാനം ചന്ദ്രന് 12ലോ അല്ലെങ്കിൽ ചന്ദ്രനോട് ചേർന്ന് അതുമല്ലെങ്കിൽ 2ാം സ്ഥാനത്തോ ഇരിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തെ 7.5 ശനിക്കാലമെന്ന് പറയുന്നു. ഈ ഫലങ്ങൾ മുഴുവനും ഗോചരവശാൽ പറയാനുള്ളവയാണ്. ചന്ദ്രന്റെ 4ാം ഇടത്തും 7ലും ശനി ഭഗവാൻ ഇരിക്കുകയാണെങ്കിൽ അതിനെ കണ്ടകശനി എന്ന് പറയുന്നു. 8ാം ഇടത്തിരിക്കുന്ന ശനിയെ അഷ്ടമശനി എന്നും പറയുന്നു. ഈ കാലഘട്ടത്തിൽ ദുരിതവും കഷ്ടപ്പാടുകളും വേണ്ടുവോളം തന്നുകൊണ്ടിരിക്കും. ചില ജ്യോതിഷ ഗ്രന്ഥങ്ങൾ 10ാം ഇടത്തിലെ ശനിയെ കണ്ടകശനി എന്ന് വിളിക്കുന്നു. ശനി ഭഗവാന് 3, 7, 10 ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട്. ഇവയിൽ 3, 10 ഭാവങ്ങൾ വളരെ വിശേഷമാണ്. ഒരു ജാതകത്തിൽ ഇദ്ദേഹം ജനനകാലത്ത് താൻ ഇരിക്കുന്നയിടത്ത് തിരിച്ചെത്തുന്നത് 2ഓ 3ഓ തവണ മാത്രമാണ്. കാരണം എന്തെന്നാൽ 30 കൊല്ലത്തേക്ക് ഒരു തവണ മാത്രമാണ് ജനനകാലത്തിരിക്കുന്ന സ്ഥലത്ത് ശനി തിരിച്ചെത്താറുള്ളത്. ഇക്കാരണങ്ങളാൽ മങ്ക് ശനി, പൊങ്ക് ശനി, പോക്ക് ശനി എന്നീ പേരുകളാലും അറിയപ്പെടുന്നു. 7.5 ശനിക്കാലത്തിൽ ഒരു ജാതകന് കഷ്ടപ്പാടുകൾ അനവധിയാണെങ്കിലും മാറുന്ന കാലത്തിൽ നന്മകൾ വന്നു ചേരുന്നതാണ്. ശനി ഭഗവാൻ സത്യത്തിന് മാത്രമേ കൂട്ടുനിൽക്കുകയുള്ളൂ. സത്യമില്ലാത്ത കാര്യത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ കൂടുതൽ കഷ്ടനഷ്ടങ്ങൾ അദ്ദേഹം നൽകാറുള്ളൂ. പൊതുവെ 7.5 ശനിക്കാലത്തും കണ്ടകശനിക്കാലത്തിലും സത്യധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അവനെ കൂടുതൽ കഷ്ടപ്പെടുത്താറില്ല, മറിച്ച് നന്മകൾ തരികയും ചെയ്യും. കർമ്മകാരകനായി ശനി ഭഗവാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ജന്മ ഫലങ്ങളെ തരുന്നു. പൂർവ്വജന്മത്തിലെ കർമ്മഫലങ്ങളാണ് ഈ ജന്മത്തിൽ നാം അനുഭവിക്കുന്നത്. ഈ തത്വസത്യം നാം ഒരിക്കലും മറക്കാതെ ഇരിക്കണം. ശനി ഭഗവാൻ പാവപ്പെട്ടവർക്ക് അവരുടെ ദുഃഖം മാറ്റാനായി പല നല്ല ഫലങ്ങളും തരുന്നു. പൊതുവെ സത്യമായ, ധർമ്മമായ, നീതിയായ മനുഷ്യരെ ശനി ഭഗവാൻ മുന്നോട്ട്. ഇക്കാരണത്താലാണ് ശബരിമലയിൽ ധാരാളം ഭക്തന്മാർ പ്രതിവർഷവും പോകുന്നത്. സത്യം പാലിക്കുന്ന എല്ലാവർക്കും ശനി ഭഗവാന്റെ കരുണ ലഭിക്കുന്നതാണ്. കലിയുഗവരതനായ അയ്യപ്പനെ തൊഴുതാലും ശനിയുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. കലിയുഗത്തിൽ കാരുണ്യമൂർത്തിയായ ശനി ഭഗവാൻ നല്ല ഭക്തരെ നല്ല വഴിക്ക് കൊണ്ടുപോകും. കപട ഭക്തരെ തിരുത്തി നല്ല വഴിക്ക് അവരെ നയിക്കുകയും ചെയ്യും. ഇക്കാരണത്താലാണ് ശനിയെ ഓരോരുത്തരും ഭയപ്പെടുന്നത്. കൊടുക്കുന്നതിൽ ധാരാളിയും എടുക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവുമാണ് ശനീശ്വരൻ. ജ്യോതിഷശാസ്ത്രത്തിൽ നവഗ്രഹ നായകനായി അംഗീകരിച്ചിട്ടുള്ളത് ശനി ഭഗവാനെയാണ്. 9 ഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള ഈശ്വരന് തുല്യം ശനീശ്വരൻ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തെ പറ്റിയ പുരാണങ്ങൾ അറിയാവുന്നതാണല്ലോ. നള മഹാരാജാവിന് നന്മകളെ കൊടുത്തത് ശനീശ്വരനാണ്. ഇക്കാരണത്താൽ 2.5 വർഷ കാലയളവിൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ ചിലർക്ക് നന്മയും ചിലർക്ക് തിന്മയും നൽകുന്നത് ഇദ്ദേഹത്തിന്റെ കർമ്മമാണ്. കലിയുഗത്തിൽ അധർമ്മത്തെ നശിപ്പിക്കാനും ധർമ്മത്തെ നിലനിർത്താനും ശനീശ്വരനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ. ഇരുമ്പ്,
ഇലക്ട്രോണിക്സ്, സിമന്റ്, കമ്പി, കല്ല്, മണ്ണ്, പഴയ സാധനങ്ങൾ, പഴയ തുണികൾ, നീലം, കറുപ്പ് വർണ്ണങ്ങൾക്ക് അധിപതിയെല്ലാം ശനീശ്വരനാണ്. നീലക്കല്ലിന് അധിപതിയും ശനീശ്വരനാണ്. കലിയുഗ വരദനായ ശനി ഭഗവാനെ തൃപ്തിപ്പെടുത്താനായി കാക്കയ്ക്ക് അന്നമേകാനും എള്ളെണ്ണയാൽ എള്ള് കിഴികെട്ടി നാളികേരമുടച്ച് നീരാഞ്ജനം കത്തിച്ചാലും നല്ല ഫലങ്ങൾ നൽകുന്നു. ശനി ഭഗവാൻ പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രങ്ങൾക്ക് അധിപതിയാണ്. ശനി ഭഗവാന് സുഹൃത്ത് ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, രാഹു എന്നിവരാണ്. വിരോധപ്പെട്ട ഗ്രഹങ്ങൾ രവിയും, അതായത് സൂര്യനും, ചന്ദ്രനും, ചൊവ്വയുമാണ്. ശനിയുടെ സ്വന്തം ഭവനങ്ങൾ മകരവും കുംഭവുമാണ്. ശനിയുടെ മൂലത്രികോണ രാശി കുംഭമാണ്. ശനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർണ്ണങ്ങൾ നീലയും കറുപ്പുമാണ്. ലോഹമാകട്ടെ ഇരുമ്പാണ്. ശനിയുടെ വാസസ്ഥലം വിരൽ തുമ്പിലാണ്. ശനിയുടെ വാസസ്ഥലം വിൽ രൂപത്തിലാണ് ഇരിക്കുന്നത്. ശനിയുടെ ധാന്യം എള്ളാണ്. ശനി നമ്മുടെ കാൽപാദത്തിൻ്റെ അധിപതിയാണ്. ശനിയുടെ കാരകത്വം ആയുർഭാഗമാണ്. ശനിയുടെ സ്വാദാകട്ടെ കയ്പാണ്. ശനിയുടെ വാഹനമാകട്ടെ കാക്കയാണ്. ഇഷ്ടപുഷ്പമാകട്ടെ കരിങ്കൂവളമാണ്. ദിക്ക് പടിഞ്ഞാറാണ്. ഇദ്ദേഹം കുള്ളനാണ്. ഇദ്ദേഹത്തിൻ്റെ ലിംഗം നപുംസകമാണ്. നിറമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ശനി ഭഗവാൻ ചിലപ്പോൾ ക്രൂര സ്വഭാവിയാകാറുണ്ട്. ഇദ്ദേഹം അന്ധർ, കാരി, ശൗരി, നീലൻ, മന്ദൻ, മുടന്തൻ, വൃദ്ധൻ എന്നീ നാമങ്ങളിലും അറിയപ്പെടുന്നു. ഇദ്ദേഹത്താൽ ഉണ്ടാകുന്ന രോഗങ്ങൾ മുട്ടുകളിൽ വീക്കം, വായുകോപം, മഞ്ഞനോവ്, മുറിവ്, ശരീരവേദന, ശ്വാസം മുട്ട്, മച്ചി, കഫസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ജലദോഷം, കേൾവിക്കുറവ്, ടൈഫോയിഡ്, ഗർഭവളർച്ചയില്ലായ്മ, പ്രസവ പ്രശ്നങ്ങൾ, വിഷകോപം, കപാലപ്പെരുക്കം, മലബന്ധനം, പല്ലുവേദന, തളർവാദം, ചുഴലി, ഇളംപുള്ളവാദം, ചർമ്മരോഗങ്ങൾ, തലക്കറക്കം തുടങ്ങിയ രോഗങ്ങൾ ശനീശ്വരൻ വരുത്താറുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾക്കും അധിപതിയാണ് ശനീശ്വര ഭഗവാൻ. ഇദ്ദേഹം സ്വയംഭൂവായി ദർശനം നൽകുന്ന ക്ഷേത്രമാണ് തിരുനല്ലാർ ശനീശ്വര ക്ഷേത്രം. ഏഴരശനി, അഷ്ടമശനി, കണ്ടകശനി പിടിച്ചവരും ജനനകാലത്ത് ശനി നീചസ്ഥാനത്തോ ശത്രുസ്ഥാനത്തോ ഇരിക്കുന്നവർ ഈ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി മുന്നേറ്റം ഉൾക്കൊള്ളേണ്ടതാണ്. ക്ഷേത്രത്തിൽ പോകാത്തവർ സ്വന്തം ഭവനങ്ങളിൽ നീരാഞ്ജനം നല്ലെണ്ണ കൊണ്ട് നടത്തി ഭഗവത് പ്രീതി സമ്പാദിക്കേണ്ടതാണ്. അങ്ങനെയായാൽ പാപങ്ങളൊക്കെ തീർന്ന് നന്മയുണ്ടായി ശനി ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകും. ശനി വളരെ വിധത്തിലുള്ള നന്മകൾ നൽകുകയും ചെയ്യും. ഇതൊക്കെ സന്മാർഗത്തിൽ കൊണ്ടുതന്നെ സത്യത്തെ കാത്ത് ധർമ്മത്തെ കാത്ത് ഉത്തമരായി വാഴുന്ന ഉന്നത സ്ഥാനീയരാകും എന്നുള്ളതാണ്. ശനി ഭഗവാൻ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചതാണ്, ശിക്ഷിച്ചാൽ ശിക്ഷിച്ചതുമാണ്. അങ്ങനെ അനുഗ്രഹിക്കേണ്ട സമയത്ത് അനുഗ്രഹിക്കുകയും ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും നൽകുന്നതിനാൽ ആണ് നന്മകൾ തരും ശനി ഭഗവാൻ എന്ന് ആര്യഭട്ടരെ പോലെയുള്ള ജ്യോതിഷ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ശനീശ്വരനാമം ദിവസവും ഉച്ചരിക്കുക. നന്മകൾ ലഭിക്കാനായി ജപിക്കേണ്ട മന്ത്രം: ശനീശ്വരായ ശാന്തായ സർവാഭീഷ്ടപ്രദായിനെ ശരണ്യായ വരണ്യായ സർവേശ്വരായ നമോ നമഃ. ഈ ജ്യോതിഷ ലേഖനം തയ്യാറാക്കിയത് ഡോക്ടർ കെ രാജഗോപാൽ അയ്യർ, വീനസ് ആസ്ട്രോ റിസർച്ച് സെന്റർ, തിരുവനന്തപുരം, വാഴപ്പള്ളി. തുടർന്നും ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.